നീ സംസാരിച്ചോ, ഇത് നിന്റെ കൂടെ ആവശ്യമാണ്. നീ ഇങ്ങനെ മാറി നിന്നാ പറ്റൂല. അല്ല ഞാൻ സംസാരിക്കുന്നത് അവകാശങ്ങൾ നേടിയെടുക്കണം, അത് കഴിഞ്ഞുള്ളത് മതി. അല്ലല്ല 3 പേരും കൂടി ഒരുമിച്ച് നിന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. മാറി നിൽക്കരുത്. ഞാൻ എല്ലാവർക്കും ഓരോ ആവശ്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നതിനേക്കാൾ നല്ല നീ അല്ലേ പറയേണ്ടത്? എനിക്ക് അത്യാവശ്യമുണ്ട്, എനിക്ക് ആനുകൂല്യങ്ങളുണ്ട്. നിനക്കാണ് ആനുകൂല്യം, നീ വേണമെങ്കിൽ സംസാരിക്കണം. ഞാൻ സംസാരിച്ചു. പിന്നെ ഹലോ, ഞാൻ സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. എന്താ പ്രശ്നം? എന്താ മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. ഗാനങ്ങൾ നടത്താൻ വേണ്ടി ഒന്നാണോ? മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു ഭാഷയുണ്ട്. അല്ല, ആരും ഇല്ലാന്ന് പറഞ്ഞത് നമ്മളെല്ലാം അംഗീകരിക്കുന്ന കാര്യമാണത്. ആ ഭാഷയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് സാറേ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അല്ല സാറേ, എല്ലാവരും പറയുന്നു മലയാള ഭാഷയെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ ഇപ്പൊ ഞങ്ങളുടെ ഒരു ജീവിതം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ അനുഭവം വെച്ച്, അതെ, അത് നിങ്ങളത് വെറുതെ പറയുന്നതാണ്. നിങ്ങൾ പലരും വെറുതെ പറഞ്ഞ വാക്കുകളാണ്. വാക്കുകളിലും പ്രസംഗങ്ങളിലും ഉള്ളത്. ശരിക്കും നമ്മൾ ചില അക്ഷരങ്ങളെ അവഗണിക്കുകയാണ്. അങ്ങനെ അവഗണിക്കപ്പെട്ട ചില അക്ഷരങ്ങളാണ് ഞങ്ങൾ. അല്ല, ഈ അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെറുപ്പം തൊട്ട് പഠിച്ചേക്കണതല്ലേ? അതാണ് ആ സമയത്ത് മാത്രമേ നിങ്ങൾ അന്ന് പഠിച്ചിട്ടുള്ളൂ. അതായത് ഒരു കൊച്ചു കുഞ്ഞ് 3 വയസ്സാകുമ്പോൾ എല്ലാവരും കൊണ്ടിരുന്ന് പഠിപ്പിക്കാനിരുന്നു. സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലാക്ഷരങ്ങൾ പഠിപ്പിക്കും. പിന്നെ അവന്റെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് വാക്യങ്ങളും വാചകങ്ങളും അക്ഷരങ്ങളൊക്കെയാണ്. ഞങ്ങളെപ്പോലുള്ള കുറെ പേര് അനാഥ പ്രേതങ്ങളെ കണക്കിവിടെ നടക്കുകയാണ്. ഈ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന വാക്കുകൾ വളരെ വിരളമാണ്. സ്വരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില വ്യഞ്ജനാക്ഷരങ്ങൾ ഞങ്ങളെ കൊഞ്ഞനം കുത്തുകയാണ്. അതെ, അതിന്റെ മാനസിക വ്യഥയിൽ നിന്നുമാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടത്. നിങ്ങളെ കാണാൻ സാർ എന്റെ പേര് ഉറു ഉണ്ടല്ലോ. ഞാന് മലയാള അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങളുടെ നടുവിലാണ് സാർ എന്റെ ജന്മം. കുട്ടിക്കാലത്ത് എന്നെ പഠിക്കാൻ വേണ്ടി എല്ലാവരും, സാറ് മാമുക്കായ് സാറ്, സിദ്ദിഖ് സാറ്, നിങ്ങളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടാണ്. കുറെ നുള്ളും പിച്ച എല്ലാം കിട്ടിക്കാണ്. കാര്യം ഈ റൂട്ട് ഇങ്ങനെ, ഈ അക്ഷരം പഠിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അറിയാമല്ലോ. എന്നിട്ട് നിങ്ങൾ കുറച്ച് വാക്കുകൾ മാത്രം പഠിച്ചു വെച്ചു. എന്താണ് ഋഷി, ഋതുമതി, ഋതുഭേദം, പിന്നെ അങ്ങനെ കുറച്ച് വാക്കുകൾ. അതിനുശേഷം എന്നെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ സാർ? ഋഷഭം. നീ എന്റെ സൈഡാ അവരുടെ സൈഡാ? അല്ല, എന്നാലും ഞാൻ പറയണ്ടേ. ഋഷഭം, ഋഷിക്കൾ, ഋതുക്കൾ, അങ്ങനെ ഒരുപാട് വാക്കുകൾ. അല്ല, ഈ സഹോദര, ഈ ഋ എന്ന് പറയുന്ന അക്ഷരം വെച്ചിട്ട് പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. ഋതുമതിയായി തെളിമാനം. അത് ഋതുമതി എന്നുള്ള വാക്ക് വെച്ചാണല്ലോ സാർ അത് പാടി. പാട്ട് തുടങ്ങണ്ടല്ലോ. പിന്നെന്താ പാട്ടുണ്ടല്ലോ സാർ? അതിനുശേഷം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വലിയ സിനിമാക്കാരാണ്, ആരെങ്കിലും എന്നെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇറു എന്നുള്ള വാക്ക് അക്ഷരം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? എനിക്കത് അറിഞ്ഞാൽ മതി. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇല്ല സാറ്, അനാവശ്യം കള്ളം പറയരുത് സാർ. കട്ടപ്പനയിലെ ഋത്തിക് റോഷനിൽ ആണ്. അത് ശരിയാ, അത് ശരിയാ. ശരിയാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്. ഈ അക്ഷരം ഈ ആദ്യം വന്നില്ലല്ലോ. വന്നില്ല. എങ്ങനെ ആദ്യം? എനിക്ക് മനസ്സിലായി. ആദ്യം പറഞ്ഞ എങ്ങനെ? സിനിമയുടെ പേരിന്റെ തുടക്കത്തിൽ ഈ അക്ഷരം വരണമായിരുന്നു. റിട്ടപ്പനയിലെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റില്ലല്ലോ. അത് പറ്റില്ല. അത് ശരിയാണ്. പക്ഷെ എന്നാലും വന്നു. നിനക്ക് അത്രയും വിഷമമില്ല. അതെ, അത്രയെങ്കിലും ഉണ്ടല്ലോ. ഈ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. അക്ഷരമാലയിൽ ആർക്കും വേണ്ടാണ്ട് കിടക്കുന്ന ഒരു അക്ഷരമാണ് ഈ ഞാൻ. അല്ലെ, എന്റെ പേര് തുടങ്ങുന്ന ഏതെങ്കിലും ഒരു പദം ഉണ്ടോ, ഒരു വാക്കുണ്ടോ? അല്ല, നമ്മൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് എനിക്ക് കിഴക്കൊക്കെ കിട്ടിയതാണ് ആ പേര് പഠിക്കാത്തതിന്. നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ ധീര വനിതയുടെ പേര് തുടങ്ങുന്നതിന് ഈ അക്ഷരത്തിൽ നിന്നാണ്. ഝാൻസി റാണി. അതൊക്കെ അത് ഞാൻ സമ്മതിച്ച്. പിന്നെ പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു വാക്കുണ്ടായിരുന്നു. എന്തായിരുന്നത്? ചഷം. ചഷവോ? ചഷമല്ല, ചഷം. ചഷം എന്ന് വെച്ചാൽ അറിയാൻ പാടില്ലല്ലേ? ഇല്ല. മീൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ മീനിന് പക്ഷെ അതിന് പകരം എന്നെ ഉപയോഗിക്കുന്നില്ലല്ലോ. അത് ന്യായമായ കാര്യം. അവൻ പറയുന്നൊരു ന്യായമുണ്ട്. ഇപ്പൊ മീനിന് പറയാൻ ചഷം എന്നുള്ള വാക്ക് ഉപയോഗിക്കായിരുന്നല്ലോ. എടാ, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ഒരു മീൻ കച്ചവടക്കാരൻ ഈ മീനിന് പകരം ചഷം എന്നും പറഞ്ഞുകൊണ്ട് ചഷം ചഷം സൈക്കിളും ചവിട്ടി ചഷം ചഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നാട്ടുകാർ വിചാരിക്കും ഇത് വിഷം വിഷം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വരികയാണ്. ഇത് കേട്ടാ ഉടനെ അവർ കഥ അടച്ചകത്ത് പോകും. അപ്പൊ ആരുടെ കച്ചവടം പോകും? മീൻ കച്ചവടക്കാരുടെ കച്ചവടം പോകില്ലേ? ഉള്ള വിലയും പോകും. ഉള്ള വിലയും പോകും. ഇത് മാത്രമല്ല, ചില വാക്കുകളുണ്ട്. ഞാനിപ്പോ അത് പറഞ്ഞിരുന്നില്ല, പിന്നീട് ഞാൻ പറഞ്ഞു. ഇവർക്കൊക്കെ ഇത്രയെങ്കിലും ഉണ്ടല്ലോ സാർ. എന്താ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കും. ഇതിൽ തുടങ്ങുന്ന ഏതെങ്കിലും ഒരു വാക്കുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കി. എന്റെ വിഷമം ആകെപ്പാടെ ഒരെണ്ണമുണ്ട്. അതെ, അത് തന്നെ, ഇത് തന്നെ. അതല്ലാതെ എന്തോ ഉണ്ട് ഇതിൽ തുടങ്ങുന്നത്. ഇതിൽ തുടങ്ങി ഇതിൽ അവസാനിക്കുകയാണത്. അതാണ്. ഇല്ല, ശരിയല്ല സാറേ. അല്ല, വേറെ ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രിയ സുഹൃത്തായിരുന്ന കലാഭവമണിയുടെ ചിരി ഈ ലാണ്. അത് ആ കലാഭവമണി നിങ്ങളുടെ ഈ അല്ല, മണിച്ചേട്ടൻ
പറഞ്ഞെങ്കിൽ അത് ശരിയാണ്. പക്ഷെ അതിന്റെ ശ്രദ്ധയിൽ പോയില്ല സാർ. ഇപ്പം സാർ ഓർമ്മിപ്പിച്ചത് എനിക്ക് വളരെ അഭിമാനം ഉണ്ടാക്കാൻ. ഇനി ആര് പറയണം? മണിച്ചേട്ടൻ പിന്നെ ഇതുപോലെ ഒരു വാക്ക് കിട്ടി. അപ്പൊ ഇതുപോലെ വാക്കുകളില്ലാതെ ഞങ്ങൾ വളരെ ബാക്കിയുള്ള ബാക്കിയുള്ള അക്ഷരങ്ങൾക്കെല്ലാം ഒരുപാട് വാക്യങ്ങളുണ്ട്. അപ്പോ ഞങ്ങളിപ്പോ പറഞ്ഞു വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില അക്ഷരങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ഭയങ്കര പുച്ഛമാണ്. അതെ, ഈ ക ച മ ഇവരൊക്കെ ഞങ്ങൾ പോകുമ്പോ ഒരുമാതിരി കളിയാക്കി ചിരിയാണ്. ആക്കിച്ചിരിക്കുകയാണ്. മലയാള അക്ഷരത്തിലെ സെലിബ്രിറ്റികളാണെന്നാണ് അവരുടെ ധാരണ. മനസ്സിലായില്ല അതെന്താ സംഭവം എന്താണ്? അപ്പൊ ഈ സംഭവം എന്ന് പറഞ്ഞില്ലേ? ഇല്ല. ചില സിനിമകള് ഇപ്പൊ OTT റിലീസാണല്ലോ. OTT റിലീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇത് വേണ്ട, സെൻസറിങ് വേണ്ട. അപ്പൊ ആ സിനിമകളിൽ ഈ അക്ഷരം കിടന്ന് ഷൈൻ ചെയ്യുകയാണ്, അർമാദിക്കുകയാണ് ഈ അക്ഷരങ്ങൾ മാ കാ പൂ ചായൊക്കെ. അപ്പൊ അവര് മലയാള അക്ഷരമാലയിലെ സെലിബ്രിറ്റി ആണെന്നാണ് ഞങ്ങൾക്കിടയിലുള്ള അവരുടെ ഭാവം. പക്ഷെ ഞങ്ങൾ അങ്ങനെ അനാഥരെ പോലെ കിടക്കുക. അത് വിഷമം സഹിക്കാൻ വയ്യാതെയാണ് നിങ്ങളെ പോലെ മഹാന്മാരെയുള്ള സിനിമാക്കാരെ കാണാൻ വന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്, ഞങ്ങൾക്ക് വലിയൊരു സങ്കടമുണ്ട്. ആ സങ്കടം നേരിട്ട് പറയുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഈ വേദിയിൽ എത്തുന്നത്. ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? സിദ്ദിഖ് സാറിനോട് ഒരുപാട് പരാതിയുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഏറ്റവും കൂടുതൽ സാറിനെ കുറിച്ചാണ് നമുക്ക് പരാതിയും വിഷമവും ഉള്ളത്. എന്താണത്? സാറിന്റെ എഴുത്തുകൾ, സാറ് സിനിമ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതെ സാറ് ആ സിനിമകളുടെ പേരുകൾ ഇടാൻ ഉപയോഗിച്ച നാടൻ മലയാള വാക്കുകൾ സാർ ഉപയോഗിച്ചു. നാടോടിക്കാറ്റ് ഇന്നും നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ തത്തിക്കളിക്കുന്ന ഒരു വാക്കാണ് നാടോടിക്കാറ്റ്. പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, മക്കൾ മഹാത്മ്യം, അങ്ങനെ എല്ലാം നല്ല നാടൻ കുഞ്ഞു കുഞ്ഞു വാക്കുകളായിരുന്നു. സാർ അത് കഴിഞ്ഞ് ഡയറക്ടറായി പ്രശസ്തനായി എഴുത്തും ഇതെല്ലാം കൂടെ സാർ ഒന്നിച്ച് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും സാർ പതുക്കെ ഇംഗ്ലീഷിലേക്ക് ആംഗലേയ ഭാഷയിലേക്ക് സാർ മാറി. ആംഗലത്തിലേക്ക് കയറിയപ്പോൾ സാറിന്റെ ആ ഇത് അങ്ങ് മാറി. സാറിന്റെ ആദ്യത്തെ സിനിമ, ആ ടൈപ്പിൽ വരുന്ന ആദ്യത്തെ സിനിമ രാംജി റാവു സ്പീക്കിംഗ്. അത് ശരിയാണോ സാർ? ഒന്ന് ചിന്തിച്ചു നോക്കണം. സാർ എന്തിനാ അത് ചെയ്തു? സാറിന് വേണമെങ്കിൽ അത് മലയാളികൾക്കെത്തുകൂടായിരുന്നു, മലയാളത്തിൽ അത് ആ പേരിട്ടുകൂടായിരുന്നു. ഇപ്പൊ നാദിർ ഷെക്കയാണ് റാംജി റാവു എന്ന് വിചാരിച്ചോളൂ. നാദിർ ഷെക്ക ഫോൺ എടുക്കും. ഞാൻ നാദിർ ഷാ സംസാരിക്കുന്നു. എടാ ഞാൻ അതൊരു മലയാളി വാക്കാണ്. ഞാൻ റാംജി റാവു സംസാരിക്കുന്നു. അപ്പൊ ആ പടത്തിന് പേരായി, മലയാളത്തിലായില്ലേ? റാംജി റാവു സംസാരിക്കുന്നു ഇടണമെന്നാണ് ഇക്കാരുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ മലയാളത്തിലാക്കി കൂടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമ, കൂട്ടുകാരനായിരുന്നു, ചങ്ങാതി, മച്ചാൻ. അപ്പൊ സാർ അത് ഫ്രണ്ട്സ് എന്നുള്ള സാർ അതിനൊരു മറുപടി പറഞ്ഞേ പറ്റൂ സാറേ. ഈ റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്ന ടെലിഫോണിൽ കൂടി പറയുന്ന വാക്കാണ്. നിങ്ങളൊക്കെ ഫോൺ എടുത്തിട്ട് എന്തെന്നാ പറയാ? ഇറു സ്പീക്കിംഗ് എന്നല്ലേ പറയുള്ളൂ? ഇറു സംസാരിക്കുന്നു എന്ന് പറയൂ. ഇറു ആണല്ലോ എന്ന് പറയൂ, അല്ലെങ്കിൽ ഇറു സ്പീക്കിംഗ് എന്നല്ലേ പറയാ? അങ്ങനെ ഞങ്ങൾ നാടൻ വാക്കുകളായിട്ട് ഞങ്ങൾ മലയാളമായതുകൊണ്ട് ഞങ്ങൾക്ക് ആംഗലേയം. ഇക്കാണെങ്കിൽ ഒരു ഫോൺ വന്നാൽ എങ്ങനെ പറയും? മാംകോയെ സ്പീക്കിംഗ് എന്ന് പറയൂ? കഴിഞ്ഞ മലയാളത്തിൽ പറയും. ആദ്യം തന്നെ പറയുന്നത് ഇംഗ്ലീഷാ, ഹലോ. പിന്നെ ഇടയ്ക്ക് മലയാളം കിട്ടുന്ന ഭാഷയിൽ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയും. പിന്നെ എടുത്തിട്ട് ഹലോ അവർക്ക് മനസ്സിലാവും. അല്ല, ഇത് പേരാണ്, നമ്മൾ പേരാണല്ലോ, നമ്മുടെ ഒരു അക്ഷരം എന്ന നിലക്കാണ് സംസാരിച്ചത്. അടുത്ത സിനിമകളുണ്ട്. ബിഗ് ബ്രദർ, ബിഗ് ബ്രദർ, മൂത്ത സഹോദരൻ എന്നിടായിരുന്നു, മൂത്ത ചേട്ടൻ, മൂത്തണ്ണൻ, മൂത്തണ്ണൻ ആണോ? മൂത്തണ്ണ വിളിക്കാറുണ്ട് സാർ. അപ്പോഴും ഇട്ടത് ബിഗ് ബ്രദർ ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. ഇതിപ്പോ എങ്ങനെ ഉപയോഗിക്കാനാ പറയണത് സാർ? ഞങ്ങൾ പറഞ്ഞു തന്നാണ്, ഞങ്ങളുടെ അക്ഷരങ്ങളുടെ ഗതികരാണ് സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയെങ്കിലും സാറ് ഞങ്ങളെ പോലുള്ള വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഇനി മലയാളീകരിച്ചുള്ള വാക്കുകൾ ദയവ് ചെയ്ത് ഉപയോഗിക്കണം. അതാണ് ഞങ്ങളുടെ. അല്ല, ഞാൻ സാറിനോട് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? സാറ് ഈ മലയാള വാക്കുകൾ പേര് ആദ്യ സിനിമ എഴുതിയ സിനിമകൾക്കെല്ലാം മലയാളത്തിൽ പേരിട്ടു. രണ്ടാമത്തെ സംവിധാനവും എഴുത്തൂടായപ്പോൾ ഇംഗ്ലീഷ് പേരുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു സാർ? കാരണം ഇത് തന്നെ, മറ്റു മലയാള അക്ഷരങ്ങൾ പരാതി പറയാൻ തുടങ്ങി. അപ്പൊ ആർക്കും പരാതി വേണ്ടല്ലോ. അപ്പൊ ഞാൻ ഇംഗ്ലീഷിലേക്ക് കിടന്നു. അപ്പൊ ഇംഗ്ലീഷ് അക്ഷരമാല വന്നു, സങ്കടം പറഞ്ഞപ്പോ സാറ് ചൂട് മാറ്റിയതാണല്ലേ? അതെ, മലയാളം ബാക്കിയുള്ള അക്ഷരങ്ങൾ ഇപ്പൊ നിങ്ങളെ പോലുള്ളവർ വന്ന് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ ഞാൻ ഇംഗ്ലീഷിലേക്ക് മാറ്റി. അപ്പൊ പിന്നെ ആർക്കും എല്ലാവരും തുല്യ ദുഃഖിതരായില്ലേ? അപ്പൊ ഇനി ഞങ്ങളുടെ പരാതിയും കൂടെ സ്വീകരിക്കണം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നാടകം കഴിഞ്ഞാ? നാടകം? എന്ത് നാടകം? നിങ്ങളെ ഞാൻ എന്ത് പറഞ്ഞോണ്ടാ വീട്ടിൽ നിന്ന് വിട്ടത്? എന്ത് മേടിക്കാനാ നിങ്ങൾ പോയത്? കോവിഡ് പരത്തുന്ന പലക മേടിക്കാൻ. എന്ത്? ചപ്പാത്തി പരത്തുന്ന പലക മേടിക്കാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നമ്മുടെ മലയാള ഭാഷയെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി. എനിക്കറിയായിരുന്നു നിങ്ങൾ എവിടെയെങ്കിലും വന്ന് ഇത് പറഞ്ഞോണ്ടിരിക്കാന്ന്.
നീയൊക്കെ രണ്ടും കൂടെയാണ് എന്റെ ചേട്ടനെ ഇത്രയും അയ്യോ നശിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഇയാളാണ് നമ്മളെ നശിപ്പിക്കുന്നത്. വീട്ടിൽ കിടന്ന് ഉറങ്ങിയ വാട ഓരോ ആക്സിഡന്റ് അന്ന് തൂക്കിക്കൊണ്ട് ഞങ്ങളെ കൊണ്ടുവന്ന പുള്ളിയാണ്. നിങ്ങൾ രണ്ടുപേരോടാണ് എന്നെ നശിപ്പിക്കുന്നത്. ഇപ്പൊ വാദി പ്രതിയായ പിന്നല്ലാതെ എന്റെ പൊന്ന് സാറേ, ഇങ്ങനെ വട്ടാണ്. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല, ഇങ്ങനെ നടക്കുക കവലകൾ തോറും. സാർ ഇങ്ങേരുടെ വാക്കൊന്നും കേൾക്കരുത്. സാറിന് ഇഷ്ടമുള്ള അക്ഷരവോ ഇംഗ്ലീഷോ എന്തെങ്കിലും ചേർത്ത് സിനിമ ഉണ്ടാക്കിക്കോ, ഞങ്ങൾ അതെല്ലാം കാണും. ഞങ്ങൾക്ക് സാറിന്റെ പടം ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമുക്കും പടമൊക്കെ ഇഷ്ടം തന്നെ. നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ ഒറ്റ തന്നെ ഇതൊക്കെ കാരണക്കാരൻ. സാർ ഇങ്ങനെ എന്റെ അടുത്ത് എന്താ കാണിച്ചെന്നറിയോ സാറേ? 5 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഒരു കൊച്ചുണ്ടായി. ആ കൊച്ചിന് ഇങ്ങനെ എന്ത് പേരാ ഇട്ടെന്നറിയോ? അക്ഷരങ്ങൾക്ക് പ്രാധാന്യമില്ലല്ലോ എന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ മോനിട്ട പേരാണിത്. കൂട്ടി വായിച്ചാൽ മതി സാർ. റിങ്ങച്ചേ. നിങ്ങളൊന്ന് പറഞ്ഞില്ല എന്ത് വിളിക്കണം, എന്തോ എന്ത് വിളിക്കണം കൊച്ചിനെ? സാർ ഇത് വായിച്ചിട്ടങ്ങ് അത് വിളിച്ചാൽ വായിക്കാൻ മനസ്സിലാവില്ല. കൊച്ചിന് പോലും പേടിയായതുകൊണ്ട് ആ കൊച്ചൊരു ബോർഡും കൊണ്ട് നടക്കുന്നത്. ആരെങ്കിലും മക്കളെ എന്താണ് പേര് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് എടുത്ത് കാണിക്കും. അങ്ങനെ പറയത്തില്ല. ഞാൻ എന്നോട് ചോദിച്ചാലും ഞാൻ പറയത്തില്ല. ഞാൻ അവനെ വിളിക്കുന്നത് കിച്ചു എന്നാണ്. ഞാൻ അവനെ കിച്ചു എന്നാണ് നീ വിളിക്കുന്നത്. എന്നിട്ട് ഈ കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. നീ നിന്റെ അത് ശരി. അപ്പൊ ഞങ്ങളുടെ കൊച്ചിന്റെ പേരൊക്കെ ഇതുപോലെ മാറ്റാൻ പറഞ്ഞ് നീ നിന്റെ കൊച്ചിനെ കിച്ചു എന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. ആ അതെന്താ അങ്ങനെ നീ വിളിച്ചോണ്ടിരുന്നേ? പിന്നെ വായിക്കൊള്ളാത്ത പേരൊക്കെ ആര് വിളിക്കൂടാ? നീ ഒരുമാതിരി പറ്റിക്ക സാറേ, ക്ഷമിക്കണം കേട്ടോ. ഇവന്റെ വാക്കും കേട്ടോണ്ട് വന്നിട്ട് ഒരുമാതിരി വൃത്തിയുടെ കാണിക്കരുത്. പക്ഷേ ഞാൻ അങ്ങനെ വിളിക്കുമെങ്കിലും സർട്ടിഫിക്കറ്റിലെ പേര് ഇങ്ങനാണ് സാർ. ഇങ്ങനെ ചാച്ചാ. ഇവിടെ ഇങ്ങനെ നിങ്ങൾ ചെയ്യണം. വീട്ടിൽ പോ. നീയൊക്കെ അങ്ങോട്ട് പോ. നിങ്ങൾ വീട്ടിൽ പോ. ശരി പോ. ഞാൻ ശരിയാക്കുന്നുണ്ട്. നമുക്ക് ഈ ഗസറ്റിൽ പരാതി കൊടുത്തിട്ട് നമ്മുടെ പേര് ഒന്നും വേണ്ട, നിങ്ങൾ വീട്ടിൽ പോയാൽ മതി. പോ.